ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എവിടെ തുറന്നാലും, ഇൻസ്റ്റഗ്രാം തുറന്നാലും, യൂട്യൂബ് തുറന്നാലും, ഫേസ്ബുക്ക് തുറന്നാലും മൊത്തം ദിയാകൃഷ്ണ, കൃഷ്ണകുമാർ അവരുടെ കേസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കേരളക്കാരെ മൊത്തത്തിൽ ആ ഒരു ഹോട്ട് ടോപ്പിക്കിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ആദ്യം തന്നെ ന്യൂസ് എന്താണെന്ന് നോക്കാം. വാർത്തയിലേക്കാണ്. നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസ്. ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരികളുടെ പരാതിയിലാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ കേസ്. ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ ഇരുവർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, ആദ്യം കൃഷ്ണകുമാർ പരാതി നൽകുന്നു. മകളുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ അവരെ പറ്റിച്ചു എന്ന പരാതി. പിന്നാലെ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈ ജീവനക്കാരികൾ പരാതി കൊടുക്കുന്നു. കൗണ്ടർ കേസാണോ? എന്താണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? യെസ്, അതൊരു കൗണ്ടർ കേസ് തന്നെയാണ് അനൂപ്. നമ്മൾ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദിയക്ക് പറയാനുള്ളത് ദിയ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണകുമാറിന് പറയാനുള്ളതും കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് വെട്ടിക്കാൻ ദിയ പറഞ്ഞു അവർ അക്കൗണ്ടിലേക്ക് ഇടാൻ. അതാണ് അവർ പ്രധാനപ്പെട്ട നിങ്ങളുടെ പരാതിക്ക് തിരിച്ചു പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ സ്ഥാപനത്തിലെ പൈസ കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രാവശ്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ദിയാകൃഷ്ണനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു വ്യക്തി തന്നെയാണ് ദിയാകൃഷ്ണ. ഓബയോസിയൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ 2021 ഓബയോസി ദിയാകൃഷ്ണ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം 69 ലക്ഷം രൂപയാണ് അവിടെ നിന്ന് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഓബയോസിന്ന് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്, അവിടുത്തെ 3 സ്റ്റാഫ് തന്നെയാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 1-2 രൂപയൊന്നും അല്ല, ഏകദേശം 69 ലക്ഷം രൂപയോളം ദിയയ്ക്ക് ലോസ് ആയിട്ടുണ്ട് പറയുന്നുണ്ട്. ഈ 69 ലക്ഷം രൂപ ലോസ് ആയ സമയത്ത് ദിയാകൃഷ്ണ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് അത് അന്വേഷിച്ചില്ല, എന്തുകൊണ്ട് മാസം കിട്ടുന്ന ഒരു എമൗണ്ട് ഷോർട്ട് ആയപ്പോൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നിരുന്നാലും അവര് പ്രഗ്നന്റ് ആയ ഒരു ലേഡി തന്നെയാണ്. അപ്പോൾ കുറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവരുടെ സ്ഥാപനത്തിലേക്ക് പോകാനൊന്നും പറ്റിക്കാണില്ല. പിന്നെ അവർ ആ ഉള്ള സ്റ്റാഫിനെ അവർ നല്ല രീതിക്ക് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈസി ആയിട്ട് തട്ടിപ്പ് നടത്താനും പറ്റിയത്. എത്ര കാലം ഒരാളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റും? അപ്പോൾ ഒരു സമയമായപ്പോൾ ഓസിക്ക് അതൊരു ഇഷാനി വഴി ഇങ്ങനെ ഇഷാനിൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് ഒരു സംഭവം പർച്ചേസ് ചെയ്തിട്ട് വേറൊരു QR കോഡ് വഴിയാണ് അവർ മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓസിക്ക് ആ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓസി ഗൂഗിൾ പേ നോക്കിയ സമയത്ത് ആ പൈസ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ഓസി ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് തന്നെ കുഞ്ഞു കുഞ്ഞു എമൗണ്ടൊക്കെ അവർ ഇങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ട്രാവൽ എക്സ്പെൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എമൗണ്ട് ഓസിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഓസി മൈൻഡ് ആക്കിയില്ല. കാരണം ചെറിയൊരു എമൗണ്ട് അല്ലേ, അത് വണ്ടിക്കൂലിക്ക് എന്ന രീതിക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓസി പലപ്പോഴായും അവരുടെ കള്ളങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നും ഓസി പറയുന്നുണ്ട്. ഓസി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു എമൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, വെറും 2000 രൂപ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 2 രൂപയായാലും 2000 രൂപയായാലും അത് കളവ് പൈസ, ലൈക്ക് കട്ടെടുത്ത മുതൽ തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ ഓസി അവരിൽ നിന്ന് ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇഷാനി വഴിയായിരുന്നു ഇഷാനിൻ്റെ ഫ്രണ്ട് വഴിയായിരുന്നു കുറച്ചും കൂടെ അവർക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ പൈസ ഒന്നും എൻ്റെ എമൗണ്ടിക്കല്ല എന്നുള്ളത്. അപ്പോൾ ഓബയോസി വഴി ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ദിയയ്ക്കൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയായിരുന്നു ഓസി അവരുടെ അടുത്ത് മൊത്തത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വലിയൊരു എമൗണ്ട് ഓസിക്ക് നഷ്ടമായെന്ന് മനസ്സിലായത്. അപ്പോൾ ദിയ നേരെ അവരോട് ചോദിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ടായി, ഞങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ചായി പൈസ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ തിരികെ തരാമെന്നും പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം എടുത്തു, എപ്പോൾ മുതൽ എടുക്കാൻ തുടങ്ങി ചോദിച്ചപ്പോൾ അതൊന്നും അവർക്ക് അറിയില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദിയകൃഷ്ണൻ നേരെ കേസ് ഫയൽ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം തന്നെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ടീമുകളും തിരിച്ചൊരു കേസ് ഇങ്ങോട്ടേക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവർ തട്ടിക്കൊണ്ടുപോയിട്ട് പണം ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചു എന്നുള്ള രീതിക്ക്. പക്ഷെ ഇത്രയും ഫെയിം ആയിട്ടുള്ള ഈ ആൾക്കാർ, ലൈക്ക് ദിയാകൃഷ്ണ, കൃഷ്ണകുമാർ, ഹൻസ്, ഇവരെല്ലാവരും ഇത്രയും ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് ഒരിക്കലും തട്ടിക്കൊണ്ടുപോയിട്ട് അവരിൽ നിന്ന് പണം പിടിച്ചു വാങ്ങിക്കേണ്ട അവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർ എടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. അവർ ലീഗലി തന്നെയാണ് മുന്നോട്ട് പോയത്. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഫേക്ക് ന്യൂസൊക്കെ, അതൊക്കെ ഫേക്ക് ന്യൂസാണ് നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. ഒരിക്കലും അവർക്ക് തട്ടിക്കൊണ്ടുപോയിട്ട് പണം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരവിടുന്ന് ഒരു 2 രൂപയോ 2000 രൂപയോ 2 ലക്ഷം രൂപയോ എന്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരാളുടെ അനുവാദം ഇല്ലാതെ അവരുടെ പൈസ അവിടെ മോഷ്ടിക്കുക തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ദിയാകൃഷ്ണയ്ക്ക് ഇതിലൊരു പങ്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവരത്രയും കെയർലെസ് ആയത് ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് അവിടെ തട്ടിപ്പ് നടത്താൻ പറ്റിയിട്ടുള്ളത്. അവരത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഒരാളെയും ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരെ പോലുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തത് ദിയാകൃഷ്ണന് വേണം പറയാൻ. പിന്നെ എന്നിട്ട് നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനം നടത്തുമ്പോൾ നമുക്കവിടെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ വെച്ച് അത് നോക്കണമായിരുന്നു, CCTV ചെക്ക് ചെയ്യണമായിരുന്നു. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ
പറ്റില്ലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്രയും രൂപ അവർക്ക് ലോസ് ആവില്ലായിരുന്നു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബക്കാരോ നമ്മുടെ ഫാമിലി മെമ്പറോ ആരും അല്ല അവർ. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കൃഷ്ണകുമാർ ദിയ കൃഷ്ണന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മീഡിയക്കാരുടെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഹാഫ് പങ്ക് ദിയ കൃഷ്ണയ്ക്കും ഉണ്ട്. കാരണം ദിയ കൃഷ്ണയും അശ്വിനും അവിടെ കെയർലെസ് ആയിരുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് തട്ടിപ്പ് നടത്താൻ കഴിഞ്ഞത്. ഇവരൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെതായ ഗൗരവം കൊടുക്കേണ്ടതുണ്ട്. ലൈക്ക് ഇത്രയും കെയർലെസ് ആയി പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ 3 പേര് ചതിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ 3 പേര് എന്തൊക്കെയാ പറഞ്ഞതെന്നും കൂടെ നമുക്ക് നോക്കാം. നീ താമസിക്കുന്നിടത്തോട്ടൊരു വണ്ടി വരും, അതിൽ പോലീസ് എഴുതിയിരിക്കും. ആ വണ്ടി വരുമ്പോ നീയും ഭാര്യ എല്ലാം കൂടെ അങ്ങോട്ട് വന്നേച്ചാ മതി. ഞാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ നിനക്ക് എന്തൊക്കെ എഴുതി തരണം ഞാൻ നിനക്ക് എഴുതി തരും. നീ അങ്ങ് വന്നേച്ചാ മതി കേട്ടോ. കൃഷ്ണകുമാർ ഭയങ്കര റൂഡായി സംസാരിച്ചു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതൊരു അച്ഛനായാലും ഈ ഒരു രീതിക്കേ സംസാരിക്കുള്ളൂ. ഏതൊരു അച്ഛനായാലും മകളുടെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുള്ളൂ. പക്ഷെ ആ 3 എണ്ണം ഉണ്ടല്ലോ ഭയങ്കര ഉടായ്പ തന്നെയാണ്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കണ്ടാന്നല്ല അവർ പറയുന്ന കാര്യങ്ങൾ, ലൈക്ക് 8 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഓരോ ഹിന്റ് എന്ന് പറയുന്നത്. ദിയാകൃഷ്ണൻ ഇവരുടെ പൈസ വാങ്ങിച്ച രീതിക്കൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇവർ കുറേ ന്യായങ്ങൾ അങ്ങോട്ട് ഇവർ നല്ലതെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് 8 ലക്ഷം രൂപ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു എന്നുള്ളത്. പക്ഷെ അങ്ങനെ വെറുതെ ഒരാൾക്ക് 8 ലക്ഷം രൂപ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഇവരവിടെ ചെക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ദിയയ്ക്ക് 8 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരെ പൈസ മോഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൈസ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇത് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തട്ടിപ്പ് അവർ നടത്തി എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ കുറേ ന്യായങ്ങൾ പറഞ്ഞിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇവിടെ കാര്യമുണ്ടോ? ഇവരുടെ ഭാഗത്താണ് തെറ്റ്. പിന്നെ അവിടെ വെറുതെ വാവിട്ട് ചലിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോൾ ആരാണ് തെറ്റ് എന്താണ് തെറ്റെന്നുള്ളതൊക്കെ ഏകദേശം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതിന് സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.